ഹായ് കൂട്ടുകാരെ, ഞങ്ങളിന്ന് മെഡിക്കൽ കോളേജിലേക്ക് CT സ്കാനിങ്ങിനായിട്ട് രാവിലെ 5:45 4:15 ടു 5:45 ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ കാറിലാണ് പോയത്. മഴച്ചാറിലുണ്ടായിരുന്ന സമയത്ത് 8 കഴിയുമ്പോൾ എനിക്കിപ്പോൾ ഓൾറെഡി കഴിഞ്ഞു. അതിന് ശേഷമുള്ള CT സ്കാനാണിത്. അപ്പം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളിത് കാറിൽ കയറി മെഡിക്കൽ കോളേജിലേക്ക് പോവുകയാണ്. അപ്പോൾ അവരും സ്കാൻ ചെയ്യാൻ പോകുമ്പോൾ നമ്മളോട് നൈറ്റ് കൈ പിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഓപ്പൺ മാക്സി ഉണ്ടല്ലോ, അത് കൈ പിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ചെസ്റ്റിലാണല്ലോ ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളവിടെ ഒരു 6:15 6:20 ഒക്കെ ആകുമ്പോൾ എത്തി. അത്ര തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ അവിടെ ആ സമയത്ത്. ഞങ്ങൾ അൾട്രാസൗണ്ട് സ്കാനിങ്ങിൻ്റെ അവിടെ പോയി നോക്കിയപ്പോൾ അവിടെ ആരും വന്നിട്ടൊന്നുമില്ല. പക്ഷേ ആ ഫ്രണ്ട് ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അവിടെ തന്നെ ഇരുന്നോളാൻ. പക്ഷേ ഞങ്ങളോട് 6:30 എത്തി. 6:30 വയറ് കഴുകിയതിന് ശേഷം 8 മണിക്കാണ് തുടങ്ങുക എന്നുള്ളതാണ് പറഞ്ഞുള്ളത്. പക്ഷെ അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ അവിടെ തന്നെ വെയിറ്റ് ചെയ്തിരുന്നു. 2-3 സ്ഥലത്ത് ചോദിച്ചപ്പോൾ സ്കാനിങ്ങിൻ്റെ അവിടെ തന്നെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങളവിടെ ഇരുന്നു. പക്ഷേ 7 മണിയായപ്പോൾ വേറൊരു ചേട്ടൻ വന്നപ്പോൾ സംസാരിച്ചപ്പോൾ അവർ പറയും അവരമ്മയുടെ വയറൊക്കെ കഴുകി അത് കാഷ്വാലിറ്റിക്ക് വന്നു. ഞങ്ങൾ അവിടെ നിന്ന് കാഷ്വാലിറ്റിക്ക് ഞങ്ങൾ വന്നു. നോക്കുമ്പോൾ ചേച്ചി പോയിരിക്കുന്നു. ആ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നൈറ്റ് കഴിഞ്ഞിട്ട് പോയിരിക്കുന്നു. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് 8 മണിയാകുമ്പോഴത്തേനും അടുത്ത ഡ്യൂട്ടിക്ക് അവർ കയറിയിട്ട് ഇനി ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴേ കുഞ്ഞേച്ചി നർമ്മലും കൂടിയായിരുന്നു ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങളോട് കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു. അങ്ങനെ അതിന് ശേഷം ഞങ്ങൾ വീണ്ടും അവിടെ പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ആ ചേട്ടൻ വിവരം പറഞ്ഞെന്ന്. വൃത്തിയായിട്ടൊന്നും പറഞ്ഞെന്നില്ല. അവിടെയാണ് നിങ്ങൾ അവിടെ കാഷ്വാലിറ്റി പോയി ചോദിച്ചു നോക്കുക എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പിന്നെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പോയി അവിടെ ചോദിച്ചപ്പോൾ ഇതന്നെ പറഞ്ഞത്. അങ്ങനെ അവിടെയും കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം ഇരുന്നപ്പോൾ ഞാൻ കുഞ്ഞിച്ചോട് പറഞ്ഞു നമുക്ക് ഇവിടെ ഒക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു കൊടുക്കുക എന്നുള്ള രീതിക്ക് നമുക്കൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്നുള്ളത്. ഇതാണ് ഞങ്ങളുടെ ആ സ്കാനിങ് സെക്ഷനാണ് ഇപ്പോൾ കാണിച്ചത്. അൾട്രാസൗണ്ട് സ്കാനിങ്, CT സ്കാനിങ്, MR സ്കാനിങ് ഒക്കെ നടക്കുന്നത്. ഇതിപ്പോൾ കാണുന്നത് കാഷ്വാലിറ്റിയാണ്. അവിടെ 1-2 പേഷ്യൻ്റേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക സിസ്റ്റർ വരണ കാത്തിട്ട്. അപ്പം അതിന് ശേഷം ഞാൻ കുഞ്ഞിച്ചോട് പറഞ്ഞ് നമുക്കൊന്ന് നമ്മളെ ഡോക്ടർ ഇരിക്കണ ഉപ്പിയിൽ അവിടേക്കൊന്ന് പോയിട്ട് അവിടെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനും കുഞ്ഞിച്ചും കൂടിയിട്ട് ഞങ്ങൾ ഡോക്ടർ പ്രേമ ഡോക്ടർ ഇരിക്കണ ഒപ്പിയിൽ അവിടേക്ക് ജസ്റ്റ് അങ്ങനെ നടന്നു പോയി. നോക്കുമ്പോൾ അവിടെ 4-5 പേരെ വന്നിട്ടുള്ളൂ. കാരണം 6-7 മണി 7:15 സമയത്ത്. അപ്പോൾ അത്ര തിരക്കായിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞങ്ങൾ ജസ്റ്റ് അവിടെ നിന്ന് നടന്നും പോയി നോക്കുമ്പോൾ അവിടെ തുറന്നിട്ടൊന്നുമില്ല. 4-5 ആൾക്കാർ വന്നിരിക്കുന്നുണ്ട്. തിരക്കായി തുടങ്ങിയിട്ടില്ല അവിടെ. അപ്പോൾ ജസ്റ്റ് കണ്ടില്ല, ആ ഇരിക്കുന്ന ആൾക്കാർ തന്നെ ഉള്ളൂ. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ കണ്ടില്ലേ ഡോക്ടറെ അവിടെ നിന്ന് തുറന്നിട്ടില്ല, ഗ്രില്ലൊന്നും തുറന്നിട്ടില്ല. അതിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് നമുക്ക് കീമോതെറാപ്പി കെയർ സെൻറ്റർ അവിടെയാണ് നമ്മുടെ ഡോക്ടർ, നമ്മളെ ഒപ്പിയിലുള്ള ഡോക്ടർ സോന ഡോക്ടർ ആയാലും പ്രേമ ഡോക്ടറൊക്കെ അതിൽ ഇരിക്കുന്നത്. ഞങ്ങൾ തിരിച്ച് വന്ന് വീണ്ടും കാഷ്വാലിറ്റി അവിടെ തന്നെ ഇരുന്ന് അപ്പോഴത്തേനും വയറ് കഴുകി ഉടുപ്പ് മാറ്റാൻ പറഞ്ഞ് വയറൊക്കെ കഴുകി ഞങ്ങൾ വീണ്ടും സ്കാനിങ് സെക്ഷനിലേക്ക് വന്നു. അപ്പോൾ അവിടെ വന്നപ്പോൾ പിന്നെ നമ്മളെ ലിസ്റ്റൊക്കെ അവർ വാങ്ങി വെച്ച് വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ മാലയും അല്ലാതെ കമ്മലും ഉരുണ്ട പറഞ്ഞു, മാല നല്ലതൊക്കെ ഉരിക്കോ എന്നൊക്കെ പറഞ്ഞ് ഉടുപ്പിട്ടിരിക്കാൻ പറഞ്ഞു. അങ്ങനെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് ഞങ്ങൾ. ജസ്റ്റൊക്കെ അവിടെ വന്ന് ഫ്രണ്ട് ഭാഗമാണത്. നമ്മുടെ പഴയ മെഡിക്കൽ കോളേജിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. നല്ല പൂത്തെലിഞ്ഞിട്ട് കണിക്കൊന്ന നിൽക്കുന്നുണ്ട്. നമുക്കിപ്പോൾ കീമോതെറാപ്പി ഇതൊക്കെ നടക്കുന്നത് പഴയ മെഡിക്കൽ കോളേജ്. അതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ സ്പെഷ്യലും ഇവിടെ തന്നെയാണ്. പുതിയതില്ല, പഴയതിൽ തന്നെയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ സ്കാനിങ് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇന്നലെ രാത്രി കഴിച്ചുള്ളതാണ്. പിന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വയറ് കഴുകി അതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് കയറി കൈമ സൂചി കുത്തി സ്കാനിങ് കഴിഞ്ഞു. ഇപ്പോൾ റിപ്പോർട്ട് 5 ദിവസം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. അതിന് ശേഷം നമുക്ക് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ 9-ാമത്തെ മാസമാണ് വരുന്നത്. അസുഖം ഉണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ട്
പിന്നെ കുഞ്ഞു കുട്ടികളാന്നുള്ള ഒരു വിഷമം, പിന്നെ അസുഖം അതിൽ നിന്നൊക്കെ ഒന്ന് ഇതായി വരണുള്ളൂ. എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക, എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം, പ്രാർത്ഥനയും സപ്പോർട്ടും.